2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ ഒരു കാര്യം ഡൽഹിയിൽ കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കി. ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേരുന്നത് പൊതുജനങ്ങൾക്ക് ഇഷ്ടമേ അല്ല. അത് പരസ്പര വൈരുദ്ധ്യമായ രണ്ട് ആശയങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് പോലെയാണ്. ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പഴമക്കാർ പറയുന്നത് വാസ്തവം തന്നെയാണ്. ഒരിക്കലും ചേരാൻ കഴിയാത്ത രണ്ട് ഐഡിയോളജിയാണത്. ആം ആദ്മിയുടെ യാഥാർത്ഥ്യം എന്തെന്നാൽ അവർ മൃദു ഹിന്ദുത്വവാദം മാത്രമല്ല ഉയർത്തി കാണിക്കുന്നത്. അവർ കൃത്യമായും RSSൻ്റെ മറ്റൊരു രീതിയാണ്, മറ്റൊരു വെർഷനാണ്. വാസ്തവത്തിൽ അവർ ഉദയം ചെയ്തത് തന്നെ കൃത്യമായി കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അവർ അതുതന്നെയായിരുന്നു ഡൽഹിയിൽ 2013 മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. രാംലീല മൈതാനിയിൽ വെച്ച് അന്നാ ഹസാരെ നടത്തിയ നിരാഹാര സമരം പിന്നീടൊരു പാർട്ടിയാക്കി രൂപപ്പെടുത്താൻ സങ്കുചിത മനസ്ഥിതിയുള്ള കുറച്ച് ചെറുപ്പക്കാർ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ കെജ്രിവാളും മനീഷ് സിസോദിയും വന്നത് തികച്ചും സ്വകാര്യ ലാഭത്തിന് തന്നെയാണെന്ന് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്നത്. അഴിമതിക്കാരനല്ലായിരുന്നുവെങ്കിൽ കെജ്രിവാൾ ജയിലിൽ കിടക്കവേ ഇത്തരത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ആ തീരുമാനം എടുക്കില്ലായിരുന്നു. കാരണം ഡൽഹി ജനതയുടെ മുമ്പിൽ ഉത്തരമില്ലാതിരിക്കുകയാണ് കെജ്രിവാൾ. ഇത്രയും അധികം നാൾ തീഹാർ ജയിലിൽ കിടന്നതിന് ശേഷം കെജ്രിവാളിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ഡൽഹി ജനതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം BJPക്ക് അടിയറവ് വെച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അത് കൃത്യമായി മനസ്സിലാക്കിയത് കൈലാഷ് ഗെലോട്ട് അടക്കം മുതിർന്ന ആം ആദ്മി നേതാക്കൾ പാർട്ടി വിട്ടപ്പോഴും BJP നേതൃത്വത്തോട് ആം ആദ്മിയിലെ പല MLAമാരും പരോക്ഷത്തിൽ തന്നെ സന്ധി ചെയ്തപ്പോഴും വ്യക്തമായതാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഗുജറാത്തിലും ഗോവയിലും അത് വളരെ പ്രകടമായിരുന്നു താനും. കോൺഗ്രസിനെ നശിപ്പിക്കുക, കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കുറയ്ക്കുക, ഫലത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റ് നില കുറച്ച് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക. ഇതാണ് കെജ്രിവാളിൻ്റെ ടാക്ടിക്സ്. അത് നന്നായി എൻജോയ് ചെയ്തത് BJPയാണ്. അവർ പരമാവധി ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ആം ആദ്മി പാർട്ടി BJPയുടെ B ടീമാണെന്ന് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ പ്രാദേശിക നേതാക്കൾ എല്ലാ തരത്തിലും പറഞ്ഞപ്പോഴും പലരും അങ്ങനെയല്ല, ആം ആദ്മിക്ക് സ്വതന്ത്രമായൊരു ശൈലിയുണ്ട് എന്ന് വിചാരിച്ചു. അവിടെയാണ് തെറ്റ് സംഭവിച്ചത്. കെജ്രിവാളും മനീഷ് സിസോദിയും കൃത്യമായി ഒരു പുതിയ ഗ്യാങ്ങായി കോൺഗ്രസിനെ തകർക്കാൻ മറ്റ് പല വഴികൾ തേടുകയായിരുന്നു. 2014 നരേന്ദ്രമോദിയുടെ വിജയവും അദ്ദേഹത്തിൻ്റെ അനായാസമുള്ള പ്രയാണവുമില്ല വാസ്തവത്തിൽ കെജ്രിവാളിൻ്റെ കൂടി ഇമ്പാക്റ്റ് ആയിരുന്നു എന്നുള്ളത് പിന്നീട് രാജ്ദീപ് സർദേശായി അടക്കമുള്ള മാധ്യമ നിരൂപകർ നടത്തിയ കൃത്യമായ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. 2014 നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ജീവിതത്തെ തന്നെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ള രാജ്ദീപ് സർദേശായിയുടെ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി നടത്തിയ പങ്ക് എത്രത്തോളം കോൺഗ്രസിൻ്റെ പതനത്തിന് വലിയ ആഘാതമുണ്ടാക്കിയെന്ന്. എന്നാൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ വീണ്ടും പടുകുഴിയിലേക്ക് ചാടിക്കാൻ പുതിയ പല പരീക്ഷണങ്ങളുമായി കെജ്രിവാൾ എത്തുമ്പോൾ അതിനോട് നോ പറയാൻ തന്നെയാണ് ദേശീയ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ കൈയടിച്ച് പ്രശംസിക്കുകയാണ് കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ.